ഹായ് ഓൾ, വെൽക്കം ടു എക്സാം പോയിന്റ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ജോഗ്രഫിയിലെ 8th ലെസനാണ്, റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യ, സാമ്പത്തിക ഭൂമിശാസ്ത്രം ഒക്കെ ആണല്ലോ അല്ലേ? നോക്കുക. അപ്പോൾ ഈ ലെസണിൽ മെയിനായിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അഗ്രികൾച്ചറൽ സീസൺസ് ഇൻ ഇന്ത്യ, അതുപോലെ ഫുഡ് ക്രോപ്സ് ആൻഡ് ക്യാഷ് ക്രോപ്സ്, പിന്നെയോ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, പിന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ ഫോം ഓഫ് എനർജീസ്. ഇവയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം, ലെസണിലേക്ക് പോകാം. ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് ഉതകുന്ന മെയിൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെയിൻ ഫാക്ടറാണ്, ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു മെയിൻ ഫാക്ടറാണ് എന്ത്? അഗ്രികൾച്ചർ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ 2/3 ആളുകളും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അഗ്രികൾച്ചർ, പിന്നെ എന്തൊക്കെ ഫാക്ടേഴ്സാണെന്ന് നോക്കാം. നോക്കിക്കേ, പബ്ലിക് വർക്ക്സ്, പൊതുമരാമത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങൾ, വിവിധങ്ങളായ വ്യവസായങ്ങളുണ്ട് അല്ലേ ഇന്ത്യയിൽ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുപോലെ തന്നെ റെയിൽവേസ്, വളരെ ഡെവലപ്മെൻറ്റിന് വൺ ഓഫ് ദ മെയിൻ ഫാക്ടറാണ് റെയിൽവേസ്. പിന്നെയോ മറൈൻ ട്രാൻസ്പോർട്ട്, സമുദ്ര ഗതാഗതം. അതുകൂടാതെ ഈ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്, എന്താ അത്? ഉൾനാടൻ ജലഗതാഗതം. പിന്നെയോ എയർ ട്രാൻസ്പോർട്ട്. ഇവയൊക്കെയാണ് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് മെയിൻ ഫാക്ടേഴ്സ്. ഇതെല്ലാമാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് അഗ്രികൾച്ചർ ആൻഡ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് പഠിക്കാം. അതായത് കൃഷി അധിഷ്ഠിതമായ വ്യവസായങ്ങളെക്കുറിച്ചാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് അതിജീവനത്തിനായി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് എന്ത്? കൃഷി എന്ന് പറയുന്നത് അല്ലേ? അതിപുരാതന കാലം തൊട്ട് തന്നെ മനുഷ്യൻ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിച്ചു പോകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ഒരു മെജോറിറ്റി, അതായത് 2/3 ആളുകളും കൃഷി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. നോക്കിയേ, ഇന്ത്യ ആൻഡ് അഗ്രികൾച്ചറൽ കൺട്രി. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് അല്ലേ? അതുപോലെ തന്നെ നോക്കിയേ, ഈ പിക്ചർ നോക്കിയേ, 2/3 ഓഫ് അവർ പോപ്പുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ അഗ്രികൾച്ചർ. ഏകദേശം 2/3 ജനങ്ങളും. ഇപ്പോൾ നമ്മളൊരു 3 ആളെ എടുക്കുകയാണെങ്കിൽ അതിൽ 2 വ്യക്തിയും എന്ത് ഡിപ്പെൻഡ് ചെയ്താണ്? അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. നോക്കിയേ, അതുപോലെ തന്നെ ഇൻ അഡീഷൻ ടു ഫുഡ് ക്രോപ്സ്, ദ അഗ്രികൾച്ചർ സെക്ടർ ഓൾസോ പ്രൊവൈഡ് റോ മെറ്റീരിയൽ ഫോർ സം ഇൻഡസ്ട്രീസ്. അതുപോലെ ഫുഡ് ക്രോപ്സ് മാത്രമല്ല കൃഷിയിൽ നിന്ന് എടുക്കുന്നത്, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റോ മെറ്റീരിയൽസ്, പല ബിസിനസ് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും നമുക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് ഭക്ഷ്യവിളകളെ കൂടാതെ വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളും കൃഷിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാം, കയറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്താണ് നമ്മൾ മീൻസ് കോക്കനട്ട് അല്ലേ, ചകിരിയിൽ നിന്നാണ് നമ്മൾ കയറുണ്ടാക്കുന്നത്. അതുപോലെ ജൂട്ടിൽ നിന്ന് നമ്മൾ ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് കൃഷിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് വ്യവസായ ആവശ്യത്തിനുള്ള അസംസ്കൃത വസ്തുക്കളും നമുക്ക് കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നോക്കുക, അഗ്രികൾച്ചർ സീസൺസ് മെയിനായിട്ടുള്ള ഈ ലെസണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അഗ്രികൾച്ചർ സീസൺസ്. നോക്കുക, വി ഹാവ് ഡിഫറെൻറ്റ് ക്രോപ്സ് സ്യൂട്ടഡ് ടു ഈച്ച് സീസൺ. എല്ലാ വിളകളും ഒരേ കാലാവസ്ഥയിലാണോ വളരുന്നത്? അല്ല അല്ലേ? ഡിഫറെൻറ്റ് ക്രോപ്സിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക, ക്ലൈമറ്റ് വേണം, കാലാവസ്ഥ വേണം അല്ലേ? അതുപോലെ തന്നെ 3 distinct cropping seasons are 3 കാർഷിക കാലങ്ങളാണ്. ഏതൊക്കെ? ഖാരിഫ്, റാബി, സെയ്ദ്. അപ്പോൾ ഈ 3 ഡിഫറെൻറ്റ് കാർഷിക കാലങ്ങളിൽ വരുന്ന ക്രോപ്സിനെ കുറിച്ചാണ്, വിളകളെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ഖാരിഫ് ക്രോപ്സിനെ കുറിച്ച് പഠിക്കാം. അതിൻ്റെ സോയിങ് പീരീഡ് നോക്കിക്കേ, ജൂൺ ആണ്. 1 സെറ്റ് ഓഫ് മൺസൂൺ, അതായത് മൺസൂണിൻ്റെ ആരംഭം ജൂൺ മാസത്തിലാണ് വിളവിറക്കുന്നത്. ഓക്കെ,
ഇപ്പോൾ റൈസൊക്കെ എക്സാമ്പിളാണ്, ഖാരിഫ് ക്രോപ്സിന് എക്സാമ്പിളാണ് റൈസ്. പിന്നെ നമുക്ക് എക്സാമ്പിൾസ് പഠിക്കാം. ഹാർവസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഏർലി നവംബർ, എൻഡ് ഓഫ് മൺസൂൺ സീസണിൻ്റെ അവസാനവും നവംബറിലാണ് നമ്മളിത് വിളവെടുക്കുന്നത്. അതൊക്കെ എപ്പോഴും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നോക്കുക, ഖാരിഫ് വിളകൾ സോയിങ് പീരീഡ്, വിളവ് അതായത് കൃഷി ചെയ്യുന്നത് എന്നാ ജൂണിലാണ് അല്ലേ. വൺ സെറ്റ് ഓഫ് മൺസൂണിൻ്റെ ആദ്യം നമ്മൾ കൃഷി ഇറക്കും. അതുപോലെ തന്നെ ഹാർവസ്റ്റിംഗ് പീരീഡ്, വിളവെടുക്കുന്ന സമയം നോക്കിക്കേ, നവംബറിലാണ്, എൻഡ് ഓഫ് മൺസൂൺ സീസണിൻ്റെ അവസാനമാണ് ഖാരിഫ് ക്രോപ്പുകൾ വിളവെടുക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളാണ് റൈസ്. പിന്നെ ഏതൊക്കെ എക്സാമ്പിൾസ് നോക്കിയേ, മെയ്സ് ഖാരിഫ് ക്രോപ്പാണ്. മില്ലറ്റ്സ്, മെയ്സ് എന്ന് വെച്ചാൽ എന്താ, ചോളം. മില്ലറ്റ്സ് തിനവിളകളെയാണ് എന്ത് പറയുക, മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഖാരിഫ് ക്രോപ്പിന് എക്സാമ്പിൾസ് ആണ് കോട്ടൺ, ജൂട്ട്. ഇവയും ഖാരിഫ് ക്രോപ്സിന് എക്സാമ്പിളാണ്. അതുകൂടാതെ ഷുഗർ കെയിൻ ആൻഡ് ഗ്രൗണ്ട് നട്ട്. ഷുഗർ കെയിൻ അറിയാലോ അല്ലേ, കരിമ്പിൽ നിന്നാണ് നമുക്ക് പഞ്ചസാര, ശർക്കരയൊക്കെ കിട്ടുന്നത് കരിമ്പിൽ നിന്നാണ്. അതുകൊണ്ട് ഗ്രൗണ്ട് നട്ടും എന്തിന് തന്നെ എക്സാമ്പിളാണ്, ഖാരിഫ് ക്രോപ്സിന് ഉദാഹരണങ്ങളാണ്. ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി സെക്കൻഡ് സീസണൽ ക്രോപ്സ് നമുക്ക് പഠിക്കാം. റാബി ക്രോപ്സ് ആണ്. റാബി ക്രോപ്സ് നോക്കിക്കേ, സോയിങ് പീരീഡ് നോക്കിക്കേ, വിളവിറക്കുന്നത്, കൃഷി ചെയ്യുന്നത് ഏത് മാസമാണ്, നവംബറിൽ തന്നെയാണ്. അതുകൊണ്ട് ബിഗിനിങ് ഓഫ് വിൻ്റർ. നോക്കുക, വിൻ്റർ സീസണിൻ്റെ ശൈത്യകാലത്തിൻ്റെ ആദ്യമാണ് നമ്മൾ ഇതിൻ്റെ സോയിങ് പീരീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹാർവസ്റ്റിംഗ് പീരീഡ്, വിളവെടുക്കുന്നത് മാർച്ചിലാണ്, നിങ്ങളുടെ വെക്കേഷൻ ടൈമിലൊക്കെ അല്ലേ. ബിഗിനിങ് ഓഫ് സമ്മർ, അതായത് വേനൽക്കാലം തുടങ്ങുന്ന ടൈമിലാണ് ഇതിൻ്റെ ഹാർവസ്റ്റിംഗ് പീരീഡ്. റാബി ക്രോപ്സിന് എക്സാമ്പിളാണ് വീറ്റ്. പിന്നെ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. വീറ്റ്, ടുബാക്കോ പുകയില, മസ്റ്റാർഡ് കടുക്, പിന്നെയോ നോക്കി പൾസസ് ധാന്യങ്ങൾ. ഇവയെല്ലാം ഏത് ക്രോപ്സിന് എക്സാമ്പിൾസ് ആണ്? യെസ്, റാബി ക്രോപ്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് തേർഡ് വൺ പഠിക്കാം, സെയ്ദ്. തേർഡ് സീസണൽ ക്രോപ്സ് ആണ് സെയ്ദ്. ഏതൊക്കെയാ? അതിൻ്റെ സോയിങ് പീരീഡ് നോക്കിയേ, വിളവ് അതായത് കൃഷി ഇറക്കുന്ന ടൈം മാർച്ചാണ്, ബിഗിനിങ് ഓഫ് സമ്മർ, വേനൽക്കാലത്തിൻ്റെ ആദ്യം. ഓക്കെ. ആൻഡ് ഹാർവസ്റ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് സ്കൂൾ തുറക്കുന്ന ടൈം, അതായത് ജൂണിലാണ്, ബിഗിനിങ് ഓഫ് മൺസൂൺ സീസണിൻ്റെ ആദ്യ വാരത്തിലാണ് ഇതിൻ്റെ ഹാർവസ്റ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ വിളവെടുക്കുന്ന സമയം. ഓക്കെ. മേജർ ക്രോപ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ. മോസ്റ്റ് ഓഫ് ദ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഈ ഒരു ടൈമിലാണ്, സെയ്ദ് വിളകളാണ് എന്ത്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നിങ്ങൾക്ക് അറിയാം അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ്? ഗ്രേപ്സ്, ആപ്പിള്, ഓറഞ്ച്, ഇതെല്ലാം സെയ്ദ് ക്രോപ്സിന് എക്സാമ്പിൾസ് ആണ്. അതുകൊണ്ട് വെജിറ്റബിൾസ്, എല്ലാ തരം വെജിറ്റബിൾസും ഈ ഒരു സീസണിലാണ് ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ. ഈ അഗ്രികൾച്ചറൽ ക്രോപ്സിനെ അല്ലെങ്കിൽ കാർഷിക വിളയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാവ? ഫുഡ് ക്രോപ്സ്, ഭക്ഷ്യവിളകളും, ക്യാഷ് ക്രോപ്സ്, നാണ്യവിളകളും. എന്താ ഈ ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത്? ദ ക്രോപ്സ് വിച്ച് ക്യാൻ ഡയറക്ട്ലി ബി കൺസ്യൂംഡ് ആസ് എ ഫുഡ് ഐറ്റത്തിന് മാത്രം ഉപയോഗിക്കുന്ന ക്രോപ്സിനെയാണ്, വിളകളെ നമ്മൾ എന്ത് പറയുക? ഫുഡ് ക്രോപ്സ് എന്ന് പറയുക. The crops having industrial and commercial significance, അതായത് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരം ക്രോപ്സിനെയാണ് നമ്മൾ ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. നോക്കുക, മേജർ ഫുഡ് ക്രോപ്സ് ഇൻ ഇന്ത്യയിലെ പ്രധാന വിളകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഏതാത്? ഒരു എക്സാമ്പിൾ റൈസ്, വീറ്റ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. റൈസ്, ദ സ്റ്റേപ്പിൾ ഫുഡ് ക്രോപ്പ് ഓഫ് ഇന്ത്യ ഈസ് എ ഖാരിഫ് ക്രോപ്പ്. നോക്കിയേ, ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള ആണ് എന്ത്? റൈസ് എന്ന് പറയുന്നത്. അലൂവിയൽ സോയിൽ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ. ഈ റൈസ് വളരുന്നത് എത്തരം സോയിലാണ്, എത്തരം മണ്ണിലാണ്?
അലൂവിയൽ സോയിലാണ്, എക്കൽ മണ്ണിലാണ് അല്ലേ. എന്തുകൊണ്ട്? അതിൽ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഉണ്ട്. വാട്ടറിനെ ഹോൾഡ് ചെയ്ത് അത് ആവശ്യത്തിന്, റൈസൊക്കെ വളരുന്നത് ധാരാളം വെള്ളം വേണം. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യാൻ കൂടുതൽ കപ്പാസിറ്റി ഉള്ള സോയിലാണ് അലൂവിയൽ സോയിൽ. അതുപോലെ റിക്വയർ ഹൈ ടെമ്പറേച്ചർ, കൂടുതൽ ടെമ്പറേച്ചർ ആവശ്യമാണ്. എബവ് 24 ഡിഗ്രി സെൽഷ്യസ്. ധാരാളം മഴ വേണം, അതുപോലെ തന്നെ ടെമ്പറേച്ചറും 24 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ വേണം. ഇത്തരം ഒരു കണ്ടീഷനിലാണ് റൈസ് കൂടുതലായിട്ട് വളരുന്നത്. ഇവിടെ നോക്കിയേ, ഇസ് റിക്വയർ ഗുഡ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ. നല്ലപോലെ മഴ വേണം. മോർ ദാൻ 150 സെൻറ്റിമീറ്റർ, ഇത്രയും മഴ വേണം. ബീങ് കൾട്ടിവേറ്റഡ് ഇൻ റീജിയൻ വിത്ത് ലെസ് റെയിൻഫോൾ വിത്ത് ദ എയ്ഡ് ഓഫ് ഇറിഗേഷൻ. അതായത് ചില റീജിയണിൽ മഴ കുറവായിരിക്കും, അത്തരം സ്ഥലങ്ങളിൽ ജലസേചനം ചെയ്യും അല്ലേ. ജലസേചനത്തിൻ്റെ സഹായത്തോടു കൂടി അത്തരം ഏരിയയിൽ കൃഷി വളർത്തും. റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, പാഡി കൾട്ടിവേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. മോസ്റ്റ്ലി കൾട്ടിവേറ്റഡ് ഇൻ റിവർ ബേസിൻ ആൻഡ് കോസ്റ്റൽ പ്ലെയിൻസ്. എവിടെയാണ് ഇത് കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? മുഖ്യമായും നദീതീരങ്ങളിലും തീരസമതലങ്ങളിലുമാണ്, കോസ്റ്റൽ റീജിയനിലുമാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. അതുപോലെ ഇറ്റ്സ് ഓൾസോ കൾട്ടിവേറ്റഡ് ബൈ മേക്കിംഗ് ടെറസസ് എലോങ് ദ സ്ലോപ്സ് ഓഫ് സിവാലിക്. അതായത് സിവാലിക് പർവ്വത ചെരുവുകളിൽ തട്ടായിട്ടും ഇത്തരം കൃഷികൾ ചെയ്യുന്നുണ്ട്. നോക്കിയേ, ഇന്ത്യയുടെ ഈ പിക്ചർ നോക്കിക്കേ. ഈ ഗ്രീൻ പോർഷനിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ റൈസ്, അതായത് റൈസാണ് അവരുടെ മെയിൻ കൃഷിയായിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? കേരളയുണ്ട്, തമിഴ്നാടുണ്ട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് ഉണ്ട്, വെസ്റ്റ് ബംഗാളുണ്ട്, ഓക്കെ, തെലുങ്കാന. ഇവയെല്ലാം ഏറ്റവും കൂടുതൽ കൃഷി ഏതാണ്? പാഡി ഫീൽഡാണ്. റൈസാണ് അവർക്ക് മെയിനായിട്ടുള്ള കൃഷി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ് ഏതാണ്? വെസ്റ്റ് ബംഗാളാണ്. മറന്നു പോകരുത്. ലാർജസ്റ്റ് റൈസ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഏതാണ്? ലാർജസ്റ്റ് റൈസ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാളാണ്. ഏതാ? വെസ്റ്റ് ബംഗാൾ. ഓക്കെ, വെസ്റ്റ് ബംഗാളാണ്. അടുത്തതായിട്ട് നമുക്ക് വീറ്റ്. ഇതും ഒരു ഫുഡ് ക്രോപ്പാണ് അല്ലേ. അതായത് സെക്കൻഡ് മേജർ ഫുഡ് ക്രോപ്പ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഇസ് എ റാബി ക്രോപ്പ്. നമുക്കറിയാം വീറ്റ് ഒരു റാബി ക്രോപ്പാണ്, അതുപോലെ ഫുഡ് ക്രോപ്പുമാണ്. ഇതിന് നമ്മുടെ രണ്ടാമത്തെ സ്ഥാനമാണ് ഇന്ത്യയിൽ. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ സെക്കൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാർഷിക വിളയാണ് ഏത്? വീറ്റ്. അതുകൊണ്ട് വെൽ ട്രെയിൻഡ് അലൂവിയൽ സോയിൽ ഈസ് ഐഡിയൽ ഫോർ കൾട്ടിവേഷൻ. ഏത് സോയിലാണ് ഏറ്റവും നല്ലത്? അലൂവിയൽ സോയിലാണ്, എക്കൽ മണ്ണാണ് അല്ലേ. അതിൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ റിക്വയർ 10 ഡിഗ്രി സെൽഷ്യസ് ടു 26 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ. ഏകദേശം എത്ര ടെമ്പറേച്ചർ വേണം നമ്മുടെ വീറ്റ് നല്ലതുപോലെ വളരാനായിട്ട്? 10 ഡിഗ്രി ആൻഡ് 26 ഡിഗ്രി, 10 ഡിഗ്രിക്ക് 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കുള്ള ടെമ്പറേച്ചറാണ് കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത്. അതുപോലെ റിക്വയർ 75 സെൻറ്റിമീറ്റർ ഓഫ് റെയിൻഫോൾ. മഴ ഏകദേശം 75 സെൻറ്റിമീറ്ററോളം വേണ്ടിവരും. ആൻഡ് കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ ഈസ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ ഇറിഗേഷൻ ആസ് ഇറ്റ് ഈസ് വിൻ്റർ ക്രോപ്പ്. ഈ വിൻ്റർ ക്രോപ്പും കൂടി ആയതുകൊണ്ട് ഇതെന്താണ്? ജലസേചനം ആവശ്യമായിട്ട് വരും. വിൻ്റർ സീസണിൽ കൂടുതലായിട്ട് മഞ്ഞുകാലമാണ് അല്ലേ. അപ്പോൾ അഡീഷണലായിട്ട് നമുക്ക് ജലസേചനം, വാട്ടർ സപ്ലൈ കൊടുക്കേണ്ടതായിട്ട് വരും. നോക്കിയപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ളതാണ് ഈ റാബി വിള. ഏത്? വീറ്റ്, ഗോതമ്പ് അല്ലേ. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഉത്തമം. അതായത് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ആയിരിക്കണം. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്നു. മിതോഷ്ണ മേഖലയിലാണ് കൂടുതലായിട്ടും ഇത്തരം റാബി ക്രോപ്സ് കൃഷി ചെയ്യുന്നത്. ടെമ്പറേച്ചർ, അനുയോജ്യമായ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കായിരിക്കണം. അതുപോലെ മഴ 75 സെൻറ്റിമീറ്ററെങ്കിലും മഴ ആവശ്യമായി വരും. ശൈത്യകാല വിളയായതിനാൽ മുഖ്യമായും
ജലസേചനത്തെ ആശ്രയിച്ചിട്ടുള്ള ഒരു കൃഷിയാണ് നമ്മുടെ വീറ്റ് അഥവാ ഗോതമ്പ്. ശൈത്യകാലമായതുകൊണ്ട് വാട്ടർ നമുക്ക് അന്നേരം മഴ കുറവാണ്, അതുകൊണ്ട് തന്നെ ജലസേചനം ആവശ്യമായി വരുന്ന ഒരു വിള കൂടിയാണിത്. നോക്കി സ്റ്റേറ്റ് നമ്മുടെ ഇന്ത്യ ഈ മാപ്പ് നോക്കിക്കേ, ഏറ്റവും കൂടുതൽ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് സംസ്ഥാനങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് ഉത്തർപ്രദേശിലാണ് വീറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യ ലാർജസ്റ്റ് വീറ്റ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ആണ് UP, ഉത്തർപ്രദേശ്. അതുപോലെ തന്നെ ഗുജറാത്ത്, പിന്നെ രാജസ്ഥാൻ, ബീഹാർ, മഹാരാഷ്ട്ര ഇവയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. അപ്പോൾ ലാർജസ്റ്റ് വീറ്റ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഏതാണ്? ലാർജസ്റ്റ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഏതാണ്? വീറ്റ് പ്രൊഡ്യൂസിങ് UP ആണ്, ഉത്തർപ്രദേശാണ് കേട്ടോ, ഉത്തർപ്രദേശാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ഫുഡ് ക്രോപ്സ് പഠിക്കാം. മെയ്സ്. എന്താ അത്? ചോളമാണ് അല്ലേ. നോക്കിയേ, ഇതിൻ്റെ കാലാവസ്ഥ ഏതെല്ലാം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായാണ് ചോളം വളരുന്നതെന്ന് നോക്കാം. ദ തേർഡ് മേജർ ഫുഡ് ക്രോപ്പ് പ്രൊഡ്യൂസർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മൂന്നാമത് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നം ഏതാണ്? ചോളമാണ് അല്ലേ, മെയ്സ് ആണ്. കൾട്ടിവേറ്റഡ് ഇൻ ബോത്ത് സമ്മർ ആൻഡ് വിൻ്റർ. 2 സീസണിലും ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഏതൊക്കെ? വേനൽക്കാലത്തും വിൻ്റർ സീസൺ മഞ്ഞുകാലത്തും. അതുപോലെ കൾട്ടിവേറ്റഡ് ഇൻ റീജിയൻ റിസീവിങ് ആൻ ആനുവൽ ആവറേജ് റെയിൻഫോൾ ഓഫ് 75 സെൻറ്റിമീറ്റർ. ഒരു വർഷം അനുപാതികമായിട്ട് കിട്ടുന്ന മഴ എത്രയായിരിക്കണം? 75 സെൻറ്റിമീറ്റർ വേണം. അതുപോലെ വെൽ ട്രെയിൻഡ് ഫർട്ടൈൽ സോയിൽ ഈസ് ഐഡിയൽ. നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം മെയ്സ് വളരാനായിട്ട് ആവശ്യമുള്ളത്. മോസ്റ്റ്ലി കൾട്ടിവേറ്റഡ് ഇൻ മധ്യപ്രദേശ്, കർണാടക, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, UP. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? മധ്യപ്രദേശ്, കർണാടക, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. ഇവിടെയൊക്കെയാണ് ചോളം അഥവാ മെയ്സ് കൂടുതലായിട്ട് വളരുന്നത്. കാരണം ഓരോ ക്രോപ്സ് വളരുന്നതും അതിനനുയോജ്യമായ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാലാവസ്ഥയിലാണ്. ഓക്കെ, നമുക്കൊന്നോടെ ഭക്ഷ്യവിള ഉൽപ്പാദനത്തിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യയിൽ. 3-ാം സ്ഥാനമാണ് എന്തിനുള്ളത്? ചോളത്തിനുള്ളത്. ഉഷ്ണകാലത്തും വേനൽക്കാലത്തും കൃഷി ചെയ്യുന്നു. ഈ 2 കാലത്തും വളരുന്ന ഒരു ക്രോപ്പാണ് മെയ്സ്. ശരാശരി 75 സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതം. ഒരു വർഷത്തിൽ ഏകദേശം 75 സെൻറ്റിമീറ്ററോളം മഴ ആവശ്യമാണ്. അതുപോലെ നീർവാർച്ചയുള്ള ഫലപുഷ്ടിയുള്ള മണ്ണായിരിക്കണം. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വേണം. നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം. അതുപോലെ മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്യുന്നു. അതുപോലെ ബാർലി, മില്ലറ്റ്സ് എന്ന് വെച്ചാൽ തിനവിളകളാണ്. പൾസസ് എക്സെട്ര ആർ ഓൾസോ ഇൻക്ലൂഡ് ഇൻ ഫുഡ് ക്രോപ്സ്. ഇതും ഫുഡ് ക്രോപ്സിൽ വരുന്നതാണ്. പൾസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഡിഫറെൻറ്റ് ധാന്യങ്ങളെല്ലാം ഫുഡ് ക്രോപ്സിൽ വരുന്നവയാണ്. ഇനി നമുക്ക് കാറ്റഗറൈസേഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ്, വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ക്രോപ്പുകൾ. ക്യാഷ് ക്രോപ്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് മെയിനായിട്ട് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഫൈബർ ക്രോപ്സ്, അതായത് നാരുകൾ കിട്ടുന്ന തരം ക്രോപ്സ്. കോട്ടൺ, ജൂട്ട് ഒക്കെ അതിന് എക്സാമ്പിളാണ്. ബിവറേജ് ക്രോപ്സ്, ശീതള പാനീയങ്ങൾ ഉള്ള ക്രോപ്സിനെയാണ്. ദറ്റ് ഈസ് ടീ, കോഫി ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ. ഇനി സ്പൈസസ്, സുഗന്ധ വിളകളെയാണ് നമ്മൾ സ്പൈസസ് എന്ന് പറയുക. ഏതൊക്കെയാ? കാഡമം, ഏലം, പെപ്പർ, കുരുമുളക്. അതർ ക്രോപ്സ്, ഷുഗർ കെയിൻ, റബ്ബറൊക്കെ അതർ ക്രോപ്സിൽ. ഇങ്ങനെ 4ആയിട്ട് മെയിൻ ക്യാഷ് ക്രോപ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്നോട് പറഞ്ഞു നോക്കിയേ. ഫൈബർ ക്രോപ്സ്, ബിവറേജ് ക്രോപ്സ്, പിന്നെയോ സ്പൈസസ് ആൻഡ് അതർ ഐറ്റംസ്. അതിൻ്റെ എക്സാമ്പിൾസും കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. നമുക്ക് ഒന്നോടെ നോക്കാം. നാണ്യവിളകളുടെ വർഗീകരണം. മെയിനായിട്ട് 4ആയിട്ടാണ് ഈ നാണ്യവിളകളെ വർഗീകരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാവ? നാരുവിളകൾ, പാനീയ വിളകൾ, പിന്നെയോ സുഗന്ധവിളകൾ, അതുപോലെ മറ്റു വിളകൾ. ഓക്കെ. ഈ നാരുവിളകളിൽ പരുത്തി, ചണം ഇതൊക്കെ നാരുവിളകളിൽ വരുന്നതാണ്. പാനീയ വിളകൾ നോക്കിക്കേ. തേയില, കാപ്പിയൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ സുഗന്ധവിളകൾ, ഏലം,
കുരുമുളക്, അതുപോലെ ഗ്രാമ്പു, ഇവയൊക്കെ നമുക്ക് സുഗന്ധ വിളകളിൽ പെടുന്നവയാണ്. മറ്റു വിളകൾ കരിമ്പ്, റബ്ബറൊക്കെ മറ്റു വിളകൾക്ക് ഉദാഹരണമാണ്. ഇനി നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ കൾട്ടിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കോട്ടൺ കൾട്ടിവേഷൻ ആൻഡ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. നോക്കിക്കേ, കോട്ടൺ കൾട്ടിവേഷൻ ഫ്രോസ്റ്റ് ഫ്രീ ഗ്രോയിങ് സീസൺ, അതായത് മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാക്കാലമായിരിക്കും ഇത്തരം കോട്ടൺ വളരുന്നത്. അതായത് കോട്ടൺ സ്യൂട്ടബിളായിട്ട് വളരാനായിട്ട് എങ്ങനെയുള്ള ഫ്രോസ്റ്റ് ഫ്രീ ആയിരിക്കും, മഞ്ഞുവീഴ്ച പാടില്ല. അതുപോലെ 20 ഡിഗ്രി ടു 30 ഡിഗ്രി സെൽഷ്യസ് ഓഫ് ടെമ്പറേച്ചർ, സ്യൂട്ടബിളായിട്ടുള്ള ടെമ്പറേച്ചർ എങ്ങനെയാണ്? ഏകദേശം 20 ടു 30 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് സ്യൂട്ടബിളായിട്ട് നല്ലതുപോലെ വളരുന്നത്. ആൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് ആനുവൽ റെയിൻഫോൾ, ചെറിയ തോതിലുള്ള മഴ മതി കോട്ടൺ സമൃദ്ധിയായിട്ട് വളരാനായിട്ട്. അതുവേണം ബ്ലാക്ക് സോയിൽ ആൻഡ് അലൂവിയൽ സോയിൽ ആർ മോസ്റ്റ് സ്യൂട്ടബിൾ. അപ്പോൾ കോട്ടൺ വളരാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിൽ ഏതാ? യെസ്, അലൂവിയൽ സോയിലും ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഫൈബർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കും എന്തുകൊണ്ടാണ് കോട്ടനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത്. അത് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, അതായത് ലോകവ്യാപകമായി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു വസ്തുവാണ് അല്ലേ, എന്ത്? കോട്ടൺ. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് വാട്ട്? യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത്. നോക്കിക്കേ, എന്തൊക്കെയാണ് പറഞ്ഞത്? മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാക്കാലം, ടെമ്പറേച്ചർ 20 മുതൽ 30 ഡിഗ്രി വരെ നമുക്ക് ടെമ്പറേച്ചർ വേണം. ചെറിയ തോതിലുള്ള മഴ മതി. കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് സ്യൂട്ടബിൾ. പിന്നെയോ ലോകവ്യാപക ഉപയോഗം. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുക? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇനി നോക്കിക്കേ, ലാർജസ്റ്റ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ, അതായത് ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ്. നമ്മൾ പറഞ്ഞു കൃഷിയിൽ നിന്ന് നമുക്ക് അസംസ്കൃത വസ്തു കിട്ടി, അതുകൊണ്ട് നമ്മൾ വ്യവസായം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും വലിയ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി ഏതാണ്? എക്സാമ്പിൾ ഏതാണ്? കോട്ടൺ ആണ്. അതുപോലെ ഫസ്റ്റ് കോട്ടൺ ടെക്സ്റ്റൈൽ മിൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ഫോർട്ട് ഗ്ലാസ്റ്റർ നിയർ കൊൽക്കത്ത ഇൻ 1818. അപ്പോൾ ഫസ്റ്റ് കോട്ടൺ ടെക്സ്റ്റൈൽ മിൽ എവിടെയാണ്? കൊൽക്കത്തയ്ക്ക് അടുത്ത്. ആ കോട്ടൺ മില്ലിൻ്റെ പേര് മറന്നു പോകരുത്. ദാറ്റ് ഈസ് ഫോർട്ട് ഗ്ലാസ്റ്റർ എന്നാണ് പേര്. എന്നാണ് സ്ഥാപിച്ചത്? ഇൻ ദ ഇയർ 1818 അല്ലേ? മുംബൈ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോട്ടൺ ടെക്സ്റ്റൈൽ സെൻറ്റർ ടേംഡ് ആസ് കോട്ടണോപോളിസ്. നോക്കിക്കേ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടൺ ടെക്സ്റ്റൈൽ സെൻറ്റർ എവിടെയാണ്? മുംബൈയിലാണ്. അതുകൊണ്ട് മുംബൈനെ ആ ഒരു കേന്ദ്ര ടെക്സ്റ്റൈൽ സെൻറ്ററിനെ കോട്ടണോപോളിസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഫാക്ടേഴ്സ് ദ ഹെൽപ്ഡ് മുംബൈ ടു ബിക്കെയിം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റൈൽ സെൻറ്റർ. എന്തുകൊണ്ടാണ് മുംബൈനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ സെൻറ്ററായിട്ട് കരുതുന്നത്, അല്ലെങ്കിൽ കോട്ടണോപോളിസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഈസി അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ. ഈ പ്രോഡക്റ്റുകൾ കോട്ടൺ വെച്ചുള്ള പല ഉൽപ്പന്നങ്ങളും ടെക്സ്റ്റൈൽസ്, പല രീതിയിലുള്ള ടെക്സ്റ്റൈൽസ്, അതായത് ഡ്രസ്സുകൾ, അതുപോലെ കോട്ടൺ വെച്ചിട്ടുള്ള പലതരം ബാഗുകൾ, അങ്ങനെയുള്ള പല ഐറ്റംസ് ഉണ്ടാക്കാനായിട്ടുള്ള റോ മെറ്റീരിയൽസ് വളരെ എളുപ്പത്തിൽ കിട്ടും. അതായത് മുംബൈയുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് അത് വളരെ വേഗത്തിൽ ശേഖരിക്കാൻ പറ്റും. അതാണ് റീസൺ. പിന്നെയോ ചീപ്പ് അവൈലബിലിറ്റി ഓഫ് പവർ, അതായത് എനർജി സോഴ്സ് വളരെ കുറവ് എനർജി മതി ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. പിന്നെയോ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പോസിബിലിറ്റീസ് ഓഫ് മുംബൈ പോർട്ട്. മുംബൈ പോർട്ട് ഉള്ള കാരണം ഇറക്കുമതിക്കും കയറ്റുമതിക്കും ഒക്കെ എളുപ്പമാണ്. അതുപോലെ ഫ്രഷ് വാട്ടർ അവൈലബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ ഓരോ പ്രൊഡക്റ്റ് മേക്കിങ്ങിനും ആവശ്യമായ വെള്ളം ആവശ്യത്തിന് കിട്ടും. അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് അവൈലബിലിറ്റി ഇല്ലാണ്ട് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഹ്യൂമൻ ആവശ്യത്തിന് ആളുകളെ വെച്ചുകൊണ്ട് ഈ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനും പറ്റിയ ഒരു കേന്ദ്രമാണ് മുംബൈ. അപ്പോൾ എല്ലാം കൊണ്ടും അസംസ്കൃത വസ്തുക്കൾ കിട്ടും, അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ, ഹ്യൂമൻ റിസോഴ്സ് ഫെസിലിറ്റി കിട്ടും. എല്ലാം കൊണ്ടും ഈസിലി അവൈലബിൾ ആണ്. ചീപ്പ് റേറ്റിന് എനർജി സോഴ്സ് ഉണ്ട്. അതുകൊണ്ട് പ്രോഡക്റ്റ് മേക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്, മുംബൈ ടു ബിക്കെയിം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്
കോട്ടൺ ടെക്സ്റ്റൈൽ. അതുകൊണ്ട് ഇനി കോട്ടണോപോളിസ് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അത് എക്സാമിന് മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത, പിന്നെയോ കുറഞ്ഞ നിരക്കിൽ ഊർജ ലഭ്യത, പിന്നെ എന്തൊക്കെയാണ് മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചിട്ടുള്ള കയറ്റ് ഇറക്കുമതി സാധ്യതകൾ. ഈ പ്രോഡക്റ്റിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റായ ഈ ടെക്സ്റ്റൈൽസൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അയച്ചു കൊടുക്കാനും ഇറക്കുമതി ചെയ്യാനൊക്കെ എയർപോർട്ട് സൗകര്യമുണ്ട്, ശുദ്ധജല ലഭ്യതയുണ്ട്, അതുപോലെ മനുഷ്യ വിഭവശേഷി ലഭ്യത. പ്രോഡക്റ്റൊക്കെ മേക്ക് ചെയ്യാനുള്ള ആവശ്യത്തിന് ആളുകളെ കിട്ടുന്ന ഒരു ഇടം കൂടിയാണ് മുംബൈ. അടുത്തായിട്ട് നമുക്ക് ജൂട്ട് ഫാമിംഗ് ആൻഡ് ജൂട്ട് ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിക്കാം. ചണ കൃഷിയും ചണ വ്യവസായത്തെക്കുറിച്ചും. നോക്കിയേ, ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ റീജിയൻ മേജർ ജൂട്ട് പ്രൊഡ്യൂസിങ് റീജിയൻ. എവിടെയാണ്? ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ഉൽപാദന കേന്ദ്രം. ജൂട്ടിൻ്റെ പ്രധാന ഉൽപാദന കേന്ദ്രം എവിടെയാണ്? ഗംഗ ബ്രഹ്മപുത്ര ഏരിയ ആണ്. മെയിൻലി കൺഫൈൻഡ് ടു വെസ്റ്റ് ബംഗാൾ, ആസാം ആൻഡ് സം പാർട്സ് ഓഫ് ഒഡീഷ. എവിടേക്കാണ്? പശ്ചിമ ബംഗാൾ, ആസാം, ഒഡീഷയുടെ ചില ഭാഗങ്ങളിലും മാത്രം പ്രധാനമായിട്ടും ഈ ജൂട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. ജൂട്ട് ആൻഡ് ജൂട്ട് പ്രോഡക്ട്സ് ഫ്രം ഇന്ത്യ സിഗ്നിഫിക്കൻറ്റ് ഇൻ ദ ഇൻ്റർനാഷണൽ ട്രേഡ് ഡ്യൂ ടു ഈസ് ലോ കോസ്റ്റ്. ഇതിന് വളരെ വില കുറവാണ്, അതുകൊണ്ട് അത് ഇൻ്റർനാഷണൽ പ്രോഡക്റ്റായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഇന്ത്യ റാങ്ക് സെക്കൻഡ് ഇൻ ദ ജൂട്ട് പ്രൊഡക്ഷൻ. ജൂട്ട് പ്രൊഡക്ഷന് ഇന്ത്യയിൽ 2ാമത്തെ സ്ഥാനമാണ്. ഏറ്റവും സെക്കൻഡായിട്ട് ജൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പൊസിഷൻ ആർക്കാണ്? ഇന്ത്യക്കാണ്. താരതമ്യേന വില കുറഞ്ഞ നാരുവിള അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ പ്രധാനമാണ്. അതുകൊണ്ട് ജൂട്ട് ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം ഡിമാൻഡാണ്. എന്തുകൊണ്ടാണ്? ഈ ജൂട്ടിൻ്റെ ഫൈബേഴ്സിനെല്ലാം വളരെ വില കുറവാണ്. അതുകൊണ്ട് ജൂട്ട് ഉൽപ്പന്നങ്ങൾക്കും വില കുറവാണ്. അതുകൊണ്ട് ഇതിന് വളരെയധികം അന്താരാഷ്ട്ര വിപണിയിൽ അത്ര ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത നോക്കാം, ടീ. ഓക്കെ, തേയിലയെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടീ ഇൻ ദ വേൾഡ്. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? യെസ്, ഇന്ത്യയാണ്. ടീ പ്ലാന്റേഷൻ കൺഫൈൻ ടു ആസാം, വെസ്റ്റ് ബംഗാൾ, കേരള ആൻഡ് തമിഴ്നാട്. ഇവിടെ ഒരു വെസ്റ്റ് ബംഗാൾ, ഒരു AL. ഓക്കെ, വെസ്റ്റ് ബംഗാൾ, കേരള ആൻഡ് തമിഴ്നാട്. ഏറ്റവും കൂടുതൽ ടീ ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം, വെസ്റ്റ് ബംഗാൾ, കേരളയിൽ നമുക്കറിയാലോ, ഇടുക്കി, വയനാട്. ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, തട്ടുകളായിട്ട് ഇങ്ങനെ തേയില കൃഷി ചെയ്തിരിക്കുന്നത്. അതുപോലെ തമിഴ്നാട്. ഇവയൊക്കെയാണ് ഇന്ത്യയിൽ മെയിനായിട്ട് തേയില കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ. ഹിൽ സ്ലോപ്സ് ഹാവിങ് ആൻ ആനുവൽ റെയിൻഫോൾ റേഞ്ച് ഓഫ് 200 to 250 സെൻറ്റിമീറ്റർ. മോസ്റ്റ് ഫേവറബിൾ ഫോർ പ്ലാന്റേഷൻ. ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് എങ്ങനെയാണ്? ഹിൽ സ്ലോപ്സ് ആയിരിക്കണം, അല്ലേ? കുന്നിൻ ചെരുവുകളായിരിക്കണം. അതുപോലെ ആനുവൽ റെയിൻഫോൾ റേഞ്ച്, ഒരു വർഷം കിട്ടേണ്ട റെയിൻഫോൾ എത്രയായിരിക്കണം? 200 to 250 സെൻറ്റിമീറ്റർ. നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് തേയില ഉണ്ടാവുന്നത്. അതുപോലെ റിക്വയർഡ് 25 to 30 degrees Celsius ഓഫ് ടെമ്പറേച്ചർ എത്ര വേണം? ഏകദേശം 25 to 30 ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം ആവശ്യമായ ചൂടും ലഭിക്കേണ്ടത്. റിക്വയർഡ് വെൽ ട്രെയിൻഡ് സോയിൽ റിച്ച് ഇൻ ഹ്യൂമസ് കണ്ടൻറ്റ്. നല്ല ഹ്യൂമസ് കണ്ടൻറ്റ്, റിച്ച് ഫെർട്ടിലിറ്റി ഉള്ള സോയിലിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹ്യൂമസ് എന്ന് പറയുക. അതുകൊണ്ട് വെൽ ഡ്രെയിൻഡ് സോയിലായിരിക്കണം, വെള്ളം കെട്ടിക്കിടക്കാത്തത്. ഇപ്പോൾ സ്ലോപ്പൊക്കെ ആകുമ്പോൾ ആവശ്യത്തിന് വെള്ളം കിട്ടുകയും ചെയ്യും, അത് കഴിഞ്ഞ് വെള്ളം ഇങ്ങനെ ഒലിച്ചു പോവുകയും ചെയ്യും, അല്ലേ? അത്തരം കണ്ടീഷനിലാണ് നമ്മുടെ തേയില കൃഷി സമൃദ്ധമായിട്ട് വളരുന്നത്. നോക്കിയേ, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ തേയില പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം. പിന്നെയോ എവിടെയൊക്കെ തേയില കൂടുതലായിട്ട് കാണപ്പെടുന്നു? ആസാം, പശ്ചിമ ബംഗാൾ, കേരള, തമിഴ്നാട്. ഇവിടെ ഈ പ്രദേശങ്ങളിലാണ്. അതുപോലെ തന്നെ വാർഷിക വർഷപാതം, മഴ എത്ര വേണം എന്ന് പറഞ്ഞത്? 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കണം. അതുപോലെ തന്നെ എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് സമൃദ്ധമായി വളരുന്നത്? കുന്നിൻ ചെരുവുകളാണ് കൂടുതൽ അനുയോജ്യം. കുന്നിൻ ചെരുവുകളാകുമ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കില്ല, അല്ലേ? അതുപോലെ
ടെമ്പറേച്ചർ 25 to 30 ടെമ്പറേച്ചർ വേണം. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണ്. അതുകൊണ്ടാണ് ഹിൽ സ്ലോപ്സ്, ഈ ചരിഞ്ഞ പ്രദേശങ്ങൾ എടുക്കുന്നത് അതുകൊണ്ടാണ്. ജലം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം. ഇപ്പം തട്ടാകുമ്പോൾ വെള്ളം അവിടെ കെട്ടിക്കിടക്കില്ല, ഒലിച്ചു പോയിക്കൊള്ളൂ. അതുപോലെ തന്നെ നോക്കുക, ഇനി നമുക്ക് അടുത്തതായിട്ട് കാപ്പി കൃഷിയെക്കുറിച്ച് പഠിക്കാം. നോക്കിയേ, ഇന്ത്യ സ്റ്റാൻഡ്സ് 6th in the പ്രൊഡക്ഷൻ ഓഫ് കോഫി. ഇന്ത്യ കാപ്പി ഉൽപ്പാദനത്തിൽ 6ാം സ്ഥാനത്താണ് ഉള്ളത്. ട്രോപ്പിക്കൽ പ്ലാന്റേഷൻ ക്രോപ്പ്, ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ വളരുന്ന ഒരു വിളയാണ്. അതുകൊണ്ട് ഇതിന് മോഡറേറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻഫോൾ ആർ ദ റിക്വയർമെൻറ്റ്. ടെമ്പറേച്ചർ ഒരു സാധാരണ ടെമ്പറേച്ചർ, മീഡിയം ടെമ്പറേച്ചർ മതി. അധികം കുറവും പാടില്ല, അധികം കൂടുതലും പാടില്ല. പക്ഷെ നല്ലതുപോലെ മഴ ലഭിക്കണം, ഹൈ റെയിൻഫോൾ ആയിരിക്കണം. ഓക്കെ, ദ പ്ലാന്റേഷൻ ഓഫ് ഇന്ത്യ ആർ കൺഫേംഡ് ടു ദ വെസ്റ്റേൺ ഘട്ട് റേഞ്ചസ് ഓഫ് കർണാടക, കേരള, തമിഴ്നാട്. ഈ ഒരു പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കാപ്പി കൃഷി ചെയ്യുന്നത്. എവിടേക്കാണ്? വെസ്റ്റേൺ റേഞ്ചസ് ഓഫ് കർണാടക, കേരള, തമിഴ്നാട്. നമുക്ക് നോക്കാം. ഇനി പ്ലാന്റേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങൾ പശ്ചിമഘട്ട മലനിരകളിൽ കർണാടകം, കേരളം, തമിഴ്നാട്ടിലാണ് കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു, മിതമായ താപനിലയും ഉയർന്ന വർഷപാതവും ഇത് നല്ലതുപോലെ വളരാൻ ആവശ്യമാണ്. ഇന്ത്യ മെയിൻലി പ്രൊഡ്യൂസസ് അറേബിക്ക, ഗ്രേറ്റ് ഡിമാൻഡ് ഇൻ ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. അതായത് അറേബിക്ക എന്ന് പറയുന്ന കാപ്പിയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ, അതൊരു മുന്തിയ ഇനം കാപ്പിയാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡുള്ളൊരു കാപ്പിയാണത്. 2/3 ഓഫ് പ്രൊഡക്ഷൻ, അതിൻ്റെ 2/3 പ്രൊഡക്ഷനും എവിടെയാണ്? കർണാടകയിലാണ്. ആഫ്റ്റർ ഹാർവസ്റ്റിംഗ് ദ കോഫി ബീൻസ് ദേ ആർ പ്രോസസ്ഡ് ഇൻ ദ ഫാക്ടറീസ് ആൻഡ് മാർക്കറ്റഡ്. അതായത് ഇത് വിളവെടുത്തതിന് ശേഷം അതിൻ്റെ ഫാക്ടറിയിൽ അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ നടക്കുന്നു. ഫാക്ടറികളിൽ സംസ്കരിച്ചാണ് അഥവാ വിപണനം ചെയ്യുന്നത്. നോക്കിയേ, ഇന്ത്യ ഈസ് ഫേമസ് ഫോർ സ്പൈസസ് ലൈക്ക് കാർഡമം, പെപ്പർ, നട്ട്മെഗ്, ക്ലോവ് ആൻഡ് ജിഞ്ചർ. ഇന്ത്യ ഏതൊക്കെ സ്പൈസസിനാണ്, സുഗന്ധവിളകൾക്കാണ് ഫേമസ് ആയിട്ടുള്ളത്? കാർഡമം, ഏലം. പെപ്പർ എന്താത്? കുരുമുളക്. നട്ട്മെഗ് എന്താത്? ജാതി. ക്ലോവ് എന്താ? ഗ്രാമ്പൂ. ജിഞ്ചർ ഇഞ്ചി. ഇവയ്ക്കൊക്കെ, ഈ സ്പൈസസിനൊക്കെ വളരെ ഫേമസ് ആണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, ഇത് കോൺസെൻട്രേറ്റഡ് മോസ്റ്റ്ലി ടു ദ റേഞ്ചസ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. റിക്വയർഡ് വെൽ ഡ്രെയിൻഡ് ഫോറസ്റ്റ് സോയിൽ ഓ സാൻഡി സോയിൽ. ഇത് വളരണമെങ്കിൽ ഫോറസ്റ്റ് സോയിലോ അഥവാ സാൻഡി സോയിലോ, മണലൊക്കെയാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. റിക്വയർഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് വിത്ത് ലാർജ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ. എങ്ങനെയുള്ള ക്ലൈമറ്റ് ആയിരിക്കണം? അതായത് നല്ല മഴ വേണം, ഉഷ്ണമേഖല പ്രദേശമായിരിക്കുകയും ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് ഒന്നോടെ നോക്കാം. ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു ഇവയാണ് മെയിനായിട്ടുള്ള ഇന്ത്യയിലെ സ്പൈസസ്, സുഗന്ധവിളകൾ. പ്രധാനമായും പശ്ചിമഘട്ട മലനിരകളിലാണ് ഇത് സ്യൂട്ടബിളായിട്ട്, കാരണം ക്ലൈമറ്റ് അതിന് അനുയോജ്യമായ ക്ലൈമറ്റാണ് പശ്ചിമഘട്ട മലനിരകളിലുള്ളത്. ഓക്കെ, അതുകൊണ്ട് നീർവാർച്ചയുള്ള മണൽ മണ്ണ് വേണം, വനമണ്ണ് വേണം. സാൻഡി സോയിലും ഫോറസ്റ്റ് സോയിലും, നീർവാർച്ചയുള്ള മണൽ മണ്ണും അതുപോലെ തന്നെ വനമണ്ണുമാണ് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയില്. ധാരാളം മഴയുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് അനുകൂലമായിട്ട് ഇവ വളരുന്നത്. മഴ വേണം, നല്ലപോലെ വെള്ളം വേണം, അതുപോലെ ഉഷ്ണമേഖലാ പ്രദേശവും ആയിരിക്കണം. ഇനി നമുക്ക് നോക്കാം ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ആൻഡ് ഷുഗർ ഇൻഡസ്ട്രി. കരിമ്പ് കൃഷി, അതിൽ നിന്ന് കിട്ടുന്ന ഷുഗർ ഇൻഡസ്ട്രി. ഷുഗർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ ശർക്കരയൊക്കെ കിട്ടുന്നത് ഇതിൽ നിന്ന്, കരിമ്പിൽ നിന്നാണ്. നമുക്ക് നോക്കാം. ഇത് ട്രോപ്പിക്കൽ ക്രോപ്പാണ്, ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ വളരുന്ന ഒരു വിളയാണ് എന്തും ഷുഗർ കെയിൻ. റിക്വയർ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. നല്ല ഹോട്ട് ക്ലൈമറ്റിലായിരിക്കണം ഇവ വളരുന്നത്. ചൂടും മഴയുമുള്ള കാലാവസ്ഥയും വേണം. അതുപോലെ ബ്ലാക്ക് സോയിൽ ആൻഡ് അലൂവിയൽ സോയിൽ ആസ് എസെൻഷ്യൽ.
ഇതിൻ്റെ വളർച്ചയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിൽ ഏതാ? ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ് അല്ലേ, അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ, എക്കൽ മണ്ണാണ് ഇതിൽ നല്ലതുപോലെ കരിമ്പ് വിളയുന്നത് ഇത്തരം മണ്ണിലാണ്. അതുപോലെ ഇന്ത്യ റാങ്ക് സെക്കൻഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഷുഗർ കെയിൻ. ഉൽപാദനത്തിൽ ഇന്ത്യക്ക് രണ്ടാമത്തെ പൊസിഷനാണ്. എന്ത്? കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇനി നോക്കിയേ, ദ ഷുഗർ മിൽസ് ഷോൺ എലോങ് വിത്ത് ദ ഷുഗർ കെയിൻ കൾട്ടിവേറ്റിംഗ് റീജിയൻ. കരിമ്പ് വ്യവസായ കേന്ദ്രങ്ങൾ കരിമ്പ് തോട്ടങ്ങൾക്ക് സമീപം തന്നെയായിരിക്കും. കണ്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ്. എന്തുകൊണ്ടാണ് ഈ എക്സാമിന് ചോദിക്കാറുണ്ട്. കരിമ്പ് വ്യവസായ കേന്ദ്രങ്ങളൊക്കെ കരിമ്പ് തോട്ടങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ അതായത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളത്. എന്താ അതിൻ്റെ ആൻസർ? ദ ഷുഗർ കെയിൻ ഹാർവസ്റ്റഡ് മസ്റ്റ് ബി ഇമ്മീഡിയറ്റ്ലി ബ്രോട്ട് ടു ദ ഫാക്ടറീസ്, അതർവൈസ് ദ എമൗണ്ട് ഓഫ് സുക്രോസ് ഇൻ ഷുഗർ കെയിൻ മൈറ്റ് ബി ഡിഗ്രീസ്. ഷുഗർ കെയിനിലുള്ള ആ സുക്രോസിൻ്റെ അളവ് കുറഞ്ഞു പോവും. അതുകൊണ്ടാണ് ഫാക്ടറീസ്, കരിമ്പിൻ തോട്ടത്തിൻ്റെ അടുത്ത് തന്നെയായിരിക്കും ഇത് സംസ്കരിക്കാനുള്ള ഫാക്ടറീസ് ഉണ്ടാവുക. വിളവെടുത്ത ഉടനെ ഫാക്ടറികളിൽ എത്തിച്ച് നീരെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സുക്രോസിൻ്റെ അളവ് കുറയും. അപ്പോൾ എന്താ സംഭവിക്കുക? മധുരം കുറയും. പഞ്ചസാരയ്ക്കും ശർക്കരയൊക്കെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മധുരം കിട്ടില്ല. അതെപ്പോഴും ഓർത്തിരിക്കും, വളരെ സിമ്പിളാണ്. അപ്പോൾ കരിമ്പ് തോട്ടത്തിൻ്റെ അടുത്ത് തന്നെ ഈ ഫാക്ടറീസ് ഉണ്ടാവാനുള്ള കാരണം മനസ്സിലായില്ലേ? പെട്ടെന്ന് തന്നെ വിളവെടുത്തിട്ട് അത് സംസ്കരിക്കണം. ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിലുള്ള സുക്രോസിൻ്റെ അളവ് കുറഞ്ഞു പോവുകയും അത് മധുരം കുറയാനായിട്ട് ഇടവരികയും ചെയ്യും. നോക്കുക, ഉത്തർപ്രദേശ് ഈസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഇൻ ബോത്ത് ഷുഗർ കെയിൻ ആൻഡ് കെയിൻ ഷുഗർ. അതായത് കരിമ്പും പഞ്ചസാരയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? UPയിലാണ്, ഉത്തർപ്രദേശാണ്. കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനം എവിടെയാണ്? UPയാണ് കേട്ടോ, ഉത്തർപ്രദേശാണ്. അതുപോലെ ബോത്ത് ഷുഗർ ആൻഡ് ജാഗറി ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഷുഗർ കെയിൻ. പഞ്ചസാരയും ശർക്കരയും എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? കരിമ്പിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ടൂറൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സിനോട് പറയണം ഈ ശർക്കര ഉണ്ടാക്കുന്നിടത്തൊക്കെ കൊണ്ടുപോകാനായിട്ട്, ആ പ്ലേസ്, അല്ലെങ്കിൽ പഞ്ചസാര ഉണ്ടാക്കുന്ന ഫാക്ടറീസൊക്കെ വിസിറ്റ് ചെയ്യിക്കാനായിട്ട് പറയണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വിള പഠിക്കാം. അതർ ടൈപ്പ് ക്രോപ്സിൽ ഉൾപ്പെടുന്ന വിളയാണ് ഏത്? റബ്ബർ. ഓക്കെ, എവിടെയാണ് റബ്ബറിൻ്റെ നേറ്റീവ് പ്ലേസ്? എവിടെയാണ്? ജന്മദേശം എവിടെയാണ്? ബ്രസീലാണ് അല്ലേ. നമുക്ക് പഠിക്കാം. ഇറ്റ് റിക്വയർ ടെമ്പറേച്ചർ അബവ് 25 ഡിഗ്രി സെൽഷ്യസ്. അതായത് 25 ഡിഗ്രി കൂടുതൽ ടെമ്പറേച്ചർ ഇതിന് അനുയോജ്യമായി വളരണമെങ്കിൽ ആവശ്യമാണ്. റെയിൻഫോൾ ഓഫ് മോർ ദാൻ 150 സെൻറ്റിമീറ്റർ. മഴയും വേണം അല്ലേ, 150 സെൻറ്റിമീറ്റർ കൂടുതലോളം മഴ വേണം. അപ്പോൾ ലാറ്ററൈറ്റ് സോയിൽ ഈസ് ഗുഡ്. ഇത് നന്നായിട്ട് വളരാൻ എത്തരം മണ്ണാണ് നല്ലത്? ലാറ്ററൈറ്റ് സോയിലാണ് നല്ലത്. അതുപോലെ കേരള ലീഡിംഗ് പ്രൊഡ്യൂസർ ആൻഡ് എ മേജർ സോഴ്സ് ഓഫ് ഇൻകം ഇൻ കേരള ഈസ് റബ്ബർ. നമുക്കറിയാം, റബ്ബറാണ്. ഇപ്പോൾ എവിടെ തിരിഞ്ഞ് നോക്കിയാലും നമുക്ക് കൂടുതലായിട്ട് കാണുന്ന എന്താണ്? റബ്ബർ കൃഷിയാണ് അല്ലേ. ആൻഡ് കൾട്ടിവേറ്റഡ് ഇൻ സർട്ടൻ പാർട്സ് ഓഫ് തമിഴ്നാട്. തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലും റബ്ബർ വളർത്തുന്നുണ്ട്. ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, അതായത് ചില ആൻഡമാൻ നിക്കോബാറിലും ചെറിയ തോതിൽ ഇവ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? 25 ഡിഗ്രിയിൽ കൂടുതൽ താപനില വേണം. പിന്നെയോ 150 സെൻറ്റിമീറ്ററിന് മുകളിലായിരിക്കണം. റബ്ബർ നല്ലതുപോലെ വളരാൻ അത്രയും മഴ ലഭിക്കണം. എത്തരം മണ്ണായിരിക്കണം? യെസ്, ലാറ്ററൈറ്റ് മണ്ണാണ് ഇതിന് അനുയോജ്യമായിട്ടുള്ളത്. പിന്നെ എന്തൊക്കെ പഠിച്ചു? കേരളം ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം, അതായത് മിക്കവരുടെയും ഇപ്പോൾ ഒരു വരുമാനം, മെയിൻ വരുമാനം എന്ന് പറയുന്നത് എന്താ? റബ്ബറാണല്ലേ. അതുപോലെ കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സാണ്. തമിഴ്നാടിൻ്റെ ചില പ്രദേശങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ചെറിയ തോതിലും കൃഷി ചെയ്യുന്നുണ്ട്.